പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ നമുക്ക് അവസരം ദൈവം തരുന്നു. ഈ പ്രത്യേക സന്ദർഭം ശ്രദ്ധയോടെ കേട്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നാം ഒരുമിച്ച് ദൈവപാദപീഠത്തിൽ ഈ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ ദൈവസന്നിധിയിൽ കേട്ട് നമ്മെ തന്നെ വിലയിരുത്തി ഇതിനകത്ത് ആർജിച്ചെടുക്കുന്ന ആത്മീക ദൂതുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിന്, നന്മയ്ക്ക്, ഉയർച്ചയ്ക്ക്, ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് കുടഞ്ഞു കളഞ്ഞ് ദൈവത്തിൻ്റെ കൃപയിൽ സന്തോഷത്തോടെ പ്രത്യാശയോടെ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ട് സ്തോത്രം ചെയ്തുകൊണ്ട് വചനം തരുന്ന സർവശക്തിയുള്ള ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് ഇന്നും എൻ്റെ അധരത്തിൽ ദൈവം നിങ്ങൾക്കുള്ള സന്തോഷത്തിൻ്റെ വാക്കുകൾ, രക്ഷപ്പെടാനുള്ള പഴുതുകൾ ദൈവം വചനത്തിലൂടെ ഒരുക്കി തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച് അതിനകത്തൊരു കൊച്ചു വാചകം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളിൽ തരണം ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഈ വാക്കുകളും ചിന്തകളും ഉതകട്ടെ എന്നൊരിക്കൽ കൂടി ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇയ്യോബ് 10:1 ചിന്തയ്ക്ക് ആധാരമായി വായിക്കുകയാണ്. എൻ്റെ ജീവൻ എനിക്ക് വെറുപ്പായി തോന്നുന്നു. ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഞാൻ ദൈവത്തോട് പറയും. ഒന്നോടെ ഞാൻ ആവർത്തിക്കാം. പ്രധാനപ്പെട്ട ഭാഗം: ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. എൻ്റെ മനോവ്യസനത്തിൽ ഞാൻ സംസാരിക്കും. ഇയ്യോബ് ഞാൻ പരിചയപ്പെടുത്തേണ്ട ഒരു കഥാപാത്രമല്ലല്ലോ. സങ്കടങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനയുടെയും കഷ്ടത്തിൻ്റെയൊക്കെ തീരാവ്യാധികൾ ആയുസ്സിൻ്റെ എത്ര നാളെന്ന് എനിക്കറിയില്ല, കുറേ നാൾ ഒറ്റയ്ക്ക് വഹിച്ച വേദപുസ്തകത്തിലെ ഏറ്റവും സഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായ കഥാപാത്രമാണ് ഇയ്യോബ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് സങ്കടകരമായ, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അകാരണമായ, എന്തുകൊണ്ടാണ് ഇയ്യോബിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഇയ്യോബിന് പിടികിട്ടാതെ പോയി. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാർക്കും വിമർശകന്മാർക്കും അടുത്തറിയുന്നവർക്കും തൻ്റെ ഭാര്യയ്ക്ക് പോലും പിടികിട്ടാതെ പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തനിക്ക് നേരിടേണ്ടി വന്നതെന്ന് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു അസ്വസ്ഥത, എന്താണ് ഞങ്ങൾ ഇത്രയും കഷ്ടം സഹിക്കേണ്ടി വരുന്നത്, എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഈ വലിയ വേദന ഒഴിഞ്ഞു പോകാത്തത്, ഒന്നിനു പുറകെ ഒന്നായി അകാരണമായി ഞങ്ങൾ ഈ സഹിക്കുന്ന വ്യഥകൾക്കും വേദനകൾക്കും മൂല കാരണം എന്ത് എന്ന് പ്രാർത്ഥിക്കുന്നവർക്കോ അടുത്തറിയുന്നവർക്കോ നമ്മളെ പരിശോധിച്ചവർക്കോ നമ്മുടെ സ്നേഹിതർക്കോ നമുക്കോ നമ്മുടെ ജീവിത പങ്കാളിക്കോ, എന്തിനേറെ പറയുന്നു നമ്മുടെ പിള്ളേർക്ക് പോലും പിടികിട്ടാതെ അങ്ങനെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കാനിരിക്കുന്നുണ്ടോ? ഇയ്യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനായിരുന്നു. ആർക്കും പിടികിട്ടിയില്ല. സ്നേഹിതന്മാർക്ക് പിടികിട്ടാതെ പോയതുകൊണ്ടാണ് അവരൊരു തരം റിബലായി ഇടപെടേണ്ടി വന്നത്. ഒരു തരത്തിൽ എതിരാളികളെപ്പോലെ ഇയ്യോബിനോട് തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്തത്. ഭാര്യ എന്തുകൊണ്ടാണ് നിൻ്റെ ഭക്തി മുറുകെ പിടിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് പോയി ചാവാൻ പറയാൻ കാരണം? മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന്. ഇയ്യോബും അതിൽ അസ്വസ്ഥനായിരുന്നു. ഈ 10-ാം അധ്യായം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ദയവായിട്ടൊന്ന് വായിക്കണം കേട്ടോ. ഒരു ഇന്നസെൻ്റ് മാൻ, ഒരു പരമാർത്ഥ മനുഷ്യൻ ദൈവത്തോടൊറ്റയ്ക്ക് പറയുക, തൻ്റെ വേദനയുടെയും നൊമ്പരത്തിൻ്റെയൊക്കെ ആ വലിയ തീവ്രതയിൽ ദൈവത്തോട് പറയുന്ന, പരമാർത്ഥതയിൽ നിന്ന് പറയുന്ന നൊമ്പരത്തിൻ്റെ വാക്കുകളാണ്. പതുക്കെ ശ്രദ്ധയോടെ നിങ്ങൾ 10-ാം അധ്യായം ഇച്ചിരി ജ്ഞാനത്തോടെ, വിവേകത്തോടെ, ശ്രദ്ധയോടെ വായിച്ചാൽ ഒരു മനുഷ്യൻ്റെ വ്യഥയും വേദനയും ദൈവത്തോട് പറയുന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാകും. അതവിടെ നിൽക്കട്ടെ. ഈ വായിച്ച 10-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്കെടുക്കുന്നത്. അത് ഇയ്യോബ് ഇങ്ങനെ പറയുന്നത്: ഞാൻ എൻ്റെ സങ്കടം തുറന്നു പറയും. തുറന്നു പറയും. ആരോട് തുറന്നു പറയും? ദൈവത്തോട് തുറന്നു പറയും. ഞാൻ അതുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശത്തിന് തലക്കെട്ടായി, ഹെഡിങ്ങായി കൊടുത്തിരിക്കുന്നത് തുറന്നു പറയാനൊരിടം. തുറന്നു പറയാനൊരിടം. ഞാൻ ഈ യാത്രയിൽ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണല്ലോ ഞാൻ. നമ്മുടെ നാട്ടിലൂടെയൊക്കെ കൺവെൻഷനും മീറ്റിങ്ങുകൾക്കും ഒക്കെ വേണ്ടി ഒത്തിരി യാത്ര ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ പരസ്യ ബോർഡുകൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില സ്ഥാപനങ്ങളുടെ ബോർഡുകളൊക്കെ ഞാൻ എവിടെയോ യാത്ര ചെയ്യുമ്പോൾ ഒന്നിലധികം പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മുടി വളരാനൊരിടം എന്നും പറഞ്ഞൊരു പരസ്യം ശ്രദ്ധിക്കപ്പെടും. മുടിക്ക് വേണ്ടി ഒരിടം.
അല്ലെങ്കിൽ വിശ്രമിക്കാനൊരിടം എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം. അങ്ങനെ ഈ പറയപ്പെട്ടിരിക്കുന്ന വാക്ക് സങ്കടങ്ങൾ തുറന്നു പറയാൻ ഒരിടമുണ്ടോ ലോകത്തിൽ? അമ്മയുടെ അടുക്കൽ അപ്പൻ്റെ അടുക്കലൊക്കെ ഒന്ന് ഓടിച്ചെന്നിട്ട് ആ മടിയിലൊന്ന് കമന്ന് കിടന്നിട്ട് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. നമ്മളെ വിശ്വസിക്കുന്ന അടുത്തറിയുന്ന ഒരാളോട് അടുത്തിരുന്ന് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട്. പക്ഷെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ ആരുണ്ട്? ഞാൻ ഒരുപാട് പേരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണ്. പക്ഷേ എല്ലാവരും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഒത്തിരി ആളുകൾക്ക് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ കൊള്ളാം എന്നാഗ്രഹിക്കുന്ന പലരുടെയും വെമ്പുന്ന മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ദുഃഖങ്ങൾ, വേദനകൾ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നൊമ്പരങ്ങൾ, വീട്ടിലാരോടും പറയാൻ പറ്റാത്ത വ്യഥകൾ, വേദനകൾ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ, ചതിക്കപ്പെടലുകൾ, പാപബോധങ്ങൾ, ഇതെല്ലാം ഉള്ളിൽ നീറിപ്പുകഞ്ഞ് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ആരോടെങ്കിലും ഒന്ന്, മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയാട്ടോ ദൈവമക്കളെ, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആകും. ഈ പറയുന്ന സത്യമാണ്. ഇത് മനഃശാസ്ത്രം അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ, നേരാഞ്ചുവേ പറയുന്നവരുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു നോക്ക് കേട്ടോ. ചില കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ നിന്ന് വലിയ പാറക്കല്ല് കയറ്റി വെച്ചിരിക്കുന്നത് പോലത്തെ പ്രയാസങ്ങൾ, പ്രശ്നത്തിൻ്റെ പരിഹാരം ഒരുപക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ടേ നടക്കത്തുള്ളെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന, വിശ്വസിച്ച് തുറന്നു പറയാൻ പറ്റുന്ന ഒരാളോട് തുറന്നു പറഞ്ഞാൽ കുറേ വിഷമങ്ങൾ ബാഷ്പീകരിച്ചു പോകുന്നത് പോലെ പോകും. പക്ഷെ ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ടത്, ഇതാരോട് തുറന്നു പറയും? ഞാൻ ഇയ്യോബിൻ്റെ അവസ്ഥ പറയാം. നമ്മുടെ ഓരോരുത്തരുടെയും സ്ഥിതിയിൽ നമ്മളിനി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് തുറന്നു പറഞ്ഞതൊക്കെ പിന്നീട് വലിയ പ്രശ്നമായി, കൂട്ടിച്ചോദിക്കലായി, തമ്മിത്തല്ലായി, ആജന്മ പിണക്കവും ശത്രുത്വമായി തീർന്ന എത്രയോ കേസുണ്ട്. ഞാൻ നിന്നോട് മാത്രം ആരോടും പറഞ്ഞതാ, നീ അത് എന്നോട് പിന്നെ അങ്ങ് പ്രശ്നമായി, പറഞ്ഞതേ പ്രശ്നമായി മാറിയ എത്രയോ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇയ്യോബിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് പറയുക, മനുഷ്യൻ സഹിക്കുന്ന നൊമ്പരങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, പരാതികൾ, ആവലാതികൾ, നമുക്ക് മനസ്സിലാകാത്ത വിഷമങ്ങൾ, താങ്ങാൻ പറ്റാത്ത നൊമ്പരങ്ങൾ, ചിലർ നമ്മോട് ചെയ്ത നീചപ്രവൃത്തികൾ, ചിലർ നിമിത്തം നമ്മൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന വല്ലാത്ത വേദനകൾ, ഇത് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥാപനം മാനുഷികമായിട്ട് ലോകത്തിൽ ഇല്ലെന്ന് തന്നെ ഞാൻ തറപ്പിച്ച് പറയാം. പല സ്ഥാപനങ്ങളുണ്ട്, പലരും പല രീതിയിലൊക്കെ ഇടപെടും. പക്ഷേ എല്ലാവർക്കും എല്ലാം തുറന്നു പറയാൻ പറ്റിയ സ്ഥലം ഈ ഭൂമിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ വേദപുസ്തകത്തിൽ ഇയ്യോബ് പറയുന്നു, ഇയ്യോബിൻ്റെ അന്നത്തെ പരിസ്ഥിതിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഭാര്യ സഹോദരിയോട് ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വല്ലതും തുറന്നു പറയാൻ പറ്റുമോ? സങ്കടങ്ങളുണ്ട്. കാരണം അവരൊരു ചീറ്റപ്പുലിയെ പോലെ വിമർശിച്ച്, വിശ്വാസത്തെ ചോദ്യം ചെയ്ത്, ഭക്തിയെ നിന്ദിച്ച്, ദൈവത്തെയും കൂടി തള്ളിപ്പറഞ്ഞിട്ട് ചാവാൻ പറയുന്ന ഒരാളോട് നമ്മുടെ സങ്കടം തുറന്നു പറയാൻ പറ്റുമോ? മക്കളാരും അടുത്തുള്ളതായിട്ട് കാണുന്നില്ല, അവരൊക്കെ മരിച്ചല്ലോ. പിന്നെ സ്നേഹിതന്മാർ, അടുത്തുകൂടിയവർ, അവർ കാര്യമറിയാതെ സംസാരിക്കുക. അവരോട് ഇത് വല്ലതും തുറന്നു പറഞ്ഞാൽ ഏക്കുമോ? കുടം കമത്തി വെച്ച് വെള്ളം ഒഴിക്കും പോലെ അല്ലേ ആവുള്ളൂ. അപ്പം ഞാൻ ഈ പുസ്തകത്തിൽ ഈ വാക്യം ഇന്ന് ഉച്ചയ്ക്കാണ് വായിച്ചത്. ഈ സംഭവം വായിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അല്പനേരം ചിന്തിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ദൈവമല്ലാതെ മനുഷ്യനാരുണ്ട് സങ്കടങ്ങൾ തുറന്നു പറയാൻ? ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവത്തോട് സങ്കടങ്ങൾ, വേദനകൾ, നഷ്ടങ്ങൾ, ഇനി അബദ്ധം പറ്റിയാൽ, ചതിക്കപ്പെട്ടാൽ, തെറ്റുപറ്റിയാൽ, പാപം ചെയ്താൽ, എന്തുമാകട്ടെ, ഇതെല്ലാം തുറന്നു പറയാൻ ദൈവമല്ലാതെ നമുക്കാരുമില്ല കേട്ടോ. ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുന്നത്, ഇങ്ങനൊരാളുണ്ടെന്ന് പറയാനല്ല. ഏത്? ദൈവത്തോടെല്ലാം തുറന്നു പറയാം എന്നൊരു വാക്യം കാണിച്ചു തരാനല്ല. ഞാൻ ആളുകളെ മനസ്സിലാക്കിയിടത്തോളം ഒരു കാര്യം കൂടി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തണം? ദൈവം ഉണ്ടെന്നറിയാം, ബൈബിൾ 3 വീട്ടിലുണ്ട്, പ്രാർത്ഥിക്കുന്നവരെ അറിയാം, പ്രാർത്ഥനക്കാരെ അറിയാം, പ്രവചിക്കുന്നവരുടെ നമ്പർ അറിയാം, പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെക്കുറിച്ചറിയാം. പക്ഷേ
ദൈവത്തെ നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുത്താനും ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താനും അറിവുള്ളവർ ചുരുക്കമാണ്. ദൈവം ഉണ്ടെന്നറിഞ്ഞതുകൊണ്ടെല്ലാം നടക്കില്ലല്ലോ. വേദപുസ്തകത്തിൽ ദൈവത്തെക്കുറിച്ച് എഴുതിയതുകൊണ്ടോ ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് പോലും ദൈവത്തെ വേണ്ടുവണ്ണം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്താൻ അറിയില്ല. അതൊരു പ്രമാദമായ വിഷയമാണ്. എങ്ങനെ ദൈവത്തെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുത്താം, പ്രയോജനപ്പെടുത്താം? ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അത് മനസ്സിലാക്കണം. അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇത്രയും പറഞ്ഞു നിർത്താം. സങ്കടങ്ങൾ ദൈവത്തോട് തുറന്നു പറയണം. അതിനൊരു സമയം കണ്ടെത്തണം. ഗതസമനത്തോട്ടം ഓർക്കുന്നുണ്ടല്ലോ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിൽ 3 പേരെ കൂടെ കൊണ്ടുപോയി. പക്ഷേ ഒരു കല്ലേറ് ദൂരത്ത് അവരെ ഇരുത്തി. എന്നിട്ട് ഒറ്റയ്ക്ക് പോയി. ഒരു പാറയെ കമന്ന് കിടന്ന അപ്പനോട് സങ്കടം, വേദന. എനിക്ക് പാനപാത്രം താങ്ങാൻ പറ്റുന്നില്ല, കഴിയുമെങ്കിൽ ഇതെടുത്ത് കളയണം. കണ്ടോ മാതൃക. ഏത് വേദനയും, ചുമക്കാൻ കഴിയാത്ത ഭാരവും, തകർച്ചയുടെ വേദനകളും, നമുക്ക് ജയിക്കാൻ പറ്റാത്ത വിഷയങ്ങളും, ഇത് തുറന്നു പറയാൻ ഒരു സ്ഥലം ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കണ്ടെത്തണം. ആരുമില്ലാതെ ദൈവം നിങ്ങളും തന്നെ. ഇടാപിടിയെന്ന് പറഞ്ഞാൽ നടക്കിയല്ല. ഇച്ചിരി സമയം അതിനു വേണ്ടി മാറ്റിവെക്കണം. മനസ്സിനെ ഏകാഗ്രമാക്കണം. എന്നിട്ട് ഭക്തി ആദരപൂർവ്വം ദൈവത്തോട് തുറന്നു പറയണം. ഇയ്യോബ് തീരുമാനിക്കുകയാണ്, ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം എൻ്റെ ദൈവത്തോട് തുറന്നു പറയണം. നിങ്ങളെയും ഓർപ്പിക്കുന്നു, രക്ഷപ്പെടും. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ചുമക്കുന്ന പല ഭാരങ്ങളും ദൈവത്തോട് തുറന്നു പറഞ്ഞാൽ ദൈവം അത് കേട്ടാൽ പിന്നെ അത് നിങ്ങളെ കൊണ്ട് ചുമപ്പിക്കത്തില്ല. ഉള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് അത് ദൈവം എടുത്തു കളയും. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഇങ്ങനൊരു വാക്യം ഞങ്ങൾ തിരുവെഴുത്തിൽ കണ്ടു. ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദൈവത്തോട് തുറന്നു പറയുമെന്ന്. തുറന്നു പറയാനൊരിടം, ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധി. ആരാധിക്കാനും പ്രാർത്ഥിക്കാനും വഴിപാടും നേർച്ചയും കഴിക്കാനുമല്ല, തുറന്നു പറയാനും കൂടി ഞങ്ങളുടെ സാന്നിധ്യവും സാമീപ്യവും കൊള്ളാം എന്ന് ഭക്തന്മാർ വേദപുസ്തകത്തിൽ എഴുതി. ഞാൻ ഈ ജനത്തിനത് പറഞ്ഞു കൊടുക്കുകയാണപ്പാ. ചില കാര്യങ്ങൾ തുറന്നു പറയാൻ അങ്ങയുടെ മുമ്പിലേക്ക് ആരെങ്കിലും വന്നാൽ അവരെ കൈവിടരുത്. അവരുടെ ഭാരങ്ങൾ അന്ന് തീരണം. ദൈവം ഇടപെടണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.